ഹായ് ഫ്രണ്ട്സ്, മച്ചന്മാരെ എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറെ പറ്റിയാണ്. അതായത് MCBയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വിവിധ തരത്തിലുള്ള MCBകളെ പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള MCBകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അവയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് എന്താണ് നമ്മൾ ഒരു MCB ഉപയോഗിക്കാനുള്ള കാരണം? പഴയകാല ഫ്യൂസ് യൂണിറ്റുകളുടെ ഒരു പരിഷ്കരിച്ച രൂപമാണ് MCB എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മേന്മ പഴയകാല ഫ്യൂസ് യൂണിറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് MCBകൾക്ക് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പഴയകാല ഫ്യൂസ് യൂണിറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ കാല MCBകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൃത്യമായിട്ടും പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് പഴയകാല ഫ്യൂസ് യൂണിറ്റുകൾക്ക് ഒരു കൃത്യത ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് അടിസ്ഥാനപരമായി പുതിയ MCBകൾ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയും. പുതിയ കാലത്തെ MCBകൾക്ക് കൃത്യമായ ഒരു കറണ്ട് റേറ്റിംഗ് ഉണ്ട്. ആ കറണ്ട് റേറ്റിംഗിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് ട്രിപ്പിംഗ് നിർവഹിക്കും. അതിപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിലും ഓവർലോഡ് ആണെങ്കിലും ആ ഒരു നിജപ്പെടുത്തിയിട്ടുള്ള കറണ്ട് ഫ്ലോയുടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ട്രിപ്പിംഗ് ആക്കുക എന്നതാണ് അതിൻ്റെ ധർമ്മം. അത് കൃത്യമായിട്ട് ചെയ്യും. പഴയകാല ഫ്യൂസ് യൂണിറ്റുകൾക്ക് ആ ഒരു കൃത്യത ഇല്ലായിരുന്നു എന്നാണ് ഒന്നാമത്തെ കാരണം. അതിന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫ്യൂസ് വയറുകളാണ്. ഫ്യൂസ് കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഫ്യൂസ് വയറുകളാണ്. അതിന് പുറമെ നമ്മൾ ചെമ്പ് കമ്പിയും തെങ്ങീട്ടർ കമ്പിയൊക്കെ ഇട്ട് ഫ്യൂസ് യൂണിറ്റുകളൊക്കെ കെട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യത ഇല്ലാതെ വയറിങ്ങിന് മൊത്തത്തിൽ ഡാമേജ് ആകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും മെന്മേറിയൊരു സെറ്റപ്പാണ് ഈ പറഞ്ഞ MCB എന്ന് പറയുന്ന ഡിവൈസ്. ഇനി അതേപോലെ തന്നെ സമയലാഭം. മുൻകാലത്ത് നമുക്കൊരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ആ ഫ്യൂസ് കെട്ടാനായിട്ടാണെങ്കിൽ കമ്പിയും കാര്യങ്ങളൊക്കെ നോക്കി കിടക്കണം, എന്നിട്ട് കെട്ടി ഫ്യൂസ് കുത്തിയാലേ കറണ്ട് വരത്തുള്ളൂ. അപ്പോൾ നിലവിൽ ആ ഒരു സാഹചര്യം ഇല്ല. ജസ്റ്റ് ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന ലാഘവത്തോടു കൂടി നമുക്ക് MCBയെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ കറണ്ട് ഓൺ ആവും. പിന്നെയും ഫ്യൂസ് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ട്രിപ്പ് ആവും. അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓൺ ചെയ്യാൻ സാധിക്കും. പഴയ കാലത്താണെന്നെങ്കിൽ നമ്മൾ ആ ഫ്യൂസ് കെട്ടി കുത്തുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും അത് പോകും. അപ്പോൾ വളരെയധികം സമയനഷ്ടം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഫയറാണ്. അതായത് ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്ന ഫയറിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഫ്യൂസ് യൂണിറ്റ് ആയിരുന്ന കാലത്ത്, പഴയ ഫ്യൂസ് യൂണിറ്റ് ആയിരുന്ന കാലത്ത് ട്രിപ്പിംഗ് ഫ്യൂസ് പോകാനുള്ള സാധ്യത കുറവുകൊണ്ട് തന്നെ നമ്മുടെ വയറിംഗ് ഭാഗം, അതായത് ഔട്ട്സൈഡിലേക്കുള്ള വയറിംഗ് സെക്ഷന്റെ ഭാഗം കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പോഴത്തെ MCBകൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായ റേറ്റിംഗിൽ തന്നെ ട്രിപ്പ് ആകുന്നത് കൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള ഫയർ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ് MCBകളുടെ മേന്മയായിട്ട് കണക്കാക്കാവുന്നത്. ഇനി പ്രധാനമായിട്ടും മറ്റൊരു ചരിത്രത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. 1879 എഡിസൺ ഒരു സർക്യൂട്ട് ബ്രേക്കറിനെ പറ്റി ചിന്തിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഒരു രൂപം 1879 ഉണ്ടാക്കി എന്നുണ്ടെങ്കിലും നമ്മുടെ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയ രൂപത്തിലേക്ക് മാറ്റിയത് 1924 ഹ്യൂഗോ സ്റ്റോട്സും ഹെൻറിച്ച് എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. അവരുടേതായ രീതിയിലാണ് അവർ ഒരു മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന രൂപം 1924 ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അന്നത്തെ കാലത്തെ ഒരു മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിന്റെ രൂപമാണ് ഇപ്പോൾ ചിത്രത്തിലുള്ളത്. അപ്പോൾ പിൽക്കാലത്ത് തുടർച്ചയായിട്ട് കാലാനുസൃതമായി നല്ല മാറ്റങ്ങൾ MCBകളുടെ ഭാഗത്തുണ്ടായി. വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള MCBകൾ വന്നു. അതിനുശേഷം പല മാറ്റങ്ങളും സംഭവിച്ച് ഇന്ന് കാണുന്ന നിലയിലുള്ള ഇത്തരത്തിലുള്ള MCBകളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു. ഈ MCBകളെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും പലതരത്തിൽ തിരിച്ചു. പല കാറ്റഗറികൾക്കായിട്ട് നമുക്ക് അനുസൃതമായ രീതിയിൽ അതിന് വ്യത്യാസവും വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള MCBകൾ വേണം നമ്മൾ ഓരോ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. പ്രധാനമായിട്ടും A, B, C, D, K, Z എന്നീ കർവുകളിൽ, അതായത് A കർവ്, B കർവ്, C കർവ്, D കർവ്, K കർവ്, Z കർവ്, ഇങ്ങനെ ഈ തരത്തിൽ നമ്മുടെ MCBകളെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ തരത്തിൽ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം. അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സും അതേപോലെ സുഹൃത്തുക്കൾക്കും വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കർവിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾക്ക് എവർക്കും അറിയാം, നമ്മുടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ സീരീസ് ആയിട്ടാണ് നമ്മുടെ
MCBയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് ആ സർക്യൂട്ടിലുണ്ടാകുന്ന കറണ്ടിന്റെ എന്ത് എഫക്റ്റും ഈ MCBയെ കൂടി ബാധിക്കും. സർക്യൂട്ടിലുണ്ടാകുന്ന കറണ്ടിന്റെ അളവിനെ കൃത്യമായിട്ട് ഈ സീരീസ് ആയതുകൊണ്ട് തന്നെ ഈ MCBയിലൂടെ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയറിന്റെ ഭാഗവും എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് MCBയുടെ പാർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. മുകളിലും താഴത്തുമായിട്ട് ഓരോ കേബിൾ ടെർമിനൽസ് ഉണ്ട്. അതായത് നമുക്ക് ഇൻകമർ കൊടുക്കാനും ഔട്ട് ഗോയിങ് എടുത്തു കൊണ്ടുപോകാനുമായിട്ടുള്ള ഓരോ ഇൻകമർ ടെർമിനൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഓൺ ഓഫ് ഹാൻഡിൽ, ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ എന്ന് പറയുന്ന ഓൺ ഓഫ് സ്വിച്ച്, അത് നമുക്ക് മാനുവലായിട്ട് ഓൺ ചെയ്യാം. അതേപോലെ തന്നെ ട്രിപ്പിംഗ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ട്രിപ്പ് ആകും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഓഫ് ചെയ്തിടാനുള്ള സംവിധാനം അതിൻ്റെ ഹാൻഡിൽ. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു കോണ്ടാക്റ്റ് ആണ്, അതായത് ഇൻപുട്ട് സൈഡിനെ ഔട്ട്പുട്ട് സെക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കോണ്ടാക്റ്റ്. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു കോയിൽ അസംബ്ലി. കോയിൽ അസംബ്ലിയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പുറകെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ചുരുക്കം ഒന്ന് പറഞ്ഞുതരാം, ബാക്കി പുറകെ പറയാം. നമ്മുടെ കോയിൽ അസംബ്ലി എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവിനനുസരിച്ച് ഈ കോയിൽ അസംബ്ലിയാണ് നമ്മളെ ട്രിപ്പിംഗ് സാധ്യമാക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സംവിധാനം കൂടിയുണ്ട്. ആ ഒരു സംവിധാനമാണ് ബൈമെറ്റാലിക് തെർമോസ്ട്രിപ്പ്. ഈ ബൈമെറ്റാലിക് തെർമോസ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അയൺ ബോക്സ് ഉണ്ടല്ലോ, ഈ അയൺ ബോക്സിൽ നമ്മൾ ചൂട് ക്രമീകരിക്കുന്നതിനായിട്ട് ഒരു കൺട്രോളിംഗ് ഉണ്ടാവുമല്ലോ. നമ്മൾ ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയൺ ബോക്സ് ഓഫ് ആകുന്നുണ്ട്. അതേ സംവിധാനം തന്നെയാണ് ഈ MCBക്കകത്ത് വരുന്ന ബൈമെറ്റാലിക് സ്ട്രിപ്പിൽ വരുന്നത്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഹീറ്റ് ആവുകയും ഓവറായിട്ട് കറണ്ട് പ്രവഹിക്കുമ്പോൾ കട്ട് ഓഫ് ആവുകയും ചെയ്യുന്ന സംവിധാനമാണ് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ MCBയുടെയും റേറ്റിങ്ങിനനുസരിച്ച് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ചേക്കുക. ഇനി അടുത്തായിട്ട് വരുന്നതാണ് ആർക്ക് ചേമ്പർ. ഈ ആർക്ക് ചേമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് സൈഡ് കട്ടാകുന്ന സമയത്ത് എന്തായാലും MCBക്കുള്ളിൽ ഒരു ആർക്കിംഗ് ഉണ്ടാകും. അപ്പോൾ ആ ആർക്കിങ്ങിനെ ഫലപ്രദമായിട്ട് നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആർക്ക് ചേമ്പർ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫയറിനെ അധികം പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതെ ബാക്കി ഫയറിൻ്റെ സംഭവങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ആർക്ക് ചേമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് A കർവ്, B കർവ്, C കർവ്, D കർവ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ മച്ചന്മാരെ നമുക്ക് ആദ്യമായിട്ട് A കർവ്, K കർവ്, Z കർവ് എന്നീ MCBകൾ എടുക്കാം. അതിന് കാരണം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇത് സെൻസിറ്റീവ് ടൈപ്പ് MCBകളാണ്. അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് MCBകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൗസ് വയറിങ്ങിന് വളരെയധികം പ്രാധാന്യമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള MCBകളാണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അതേപോലുള്ള സംവിധാനങ്ങളാണ്. അതായത് എക്സ്റേ മെഷീൻ, അതേപോലെ CT സ്കാനർ മെഷീൻ, അതേപോലുള്ള സംഭവങ്ങൾക്ക് ആണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റിംഗ് എന്ന് വെച്ചാൽ ഹെവി റേഞ്ച് ആയിട്ടുള്ള MCBകളായിരിക്കും. കാരണം ഹൈ ആംബിയർ റേറ്റിംഗിൽ എടുക്കുന്ന ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടൈപ്പാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇതിന്റെ സെൻസിറ്റീവ് എന്ന് വെച്ചാൽ 0.1 സെക്കൻഡ് ആണ്. അതായത് 0.1 സെക്കൻഡ്, വളരെ കുറഞ്ഞ സെക്കൻഡിൽ ആക്യുറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു MCB ആണിത്. പക്ഷേ ഇതിന്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് ഹൈ ആണ്. നമുക്കൊരു ഉദാഹരണം എടുത്താൽ A ടൈപ്പ് MCBയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 2 to 3 ടൈംസ് ആണ്. അതായത് നമ്മളൊരു 10 ആംബിയർ MCB എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 20-നും 30-നും ആംബിയർ കറണ്ട് അതിൻ്റെ അകത്തോട് പ്രവഹിക്കുമ്പോഴാണ് അത് 0.1 സെക്കൻഡിൽ ട്രിപ്പ് ആകുന്നത്. അതായത് 10 ആംബിയർ MCBയെ 20-30 ആംബിയർ വരുമ്പോൾ അത് ട്രിപ്പാകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ തോന്നുന്നൊരു ഡൗട്ടാണ്, 10 ആംബിയർ MCB 11 ആംബിയർ ആകുമ്പോൾ അത് കട്ടാകും. ഇത് സെക്കൻഡുകളുടെ സമയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മുടെ MCBകളിൽ ട്രിപ്പിംഗ് സംവിധാനം രണ്ടാണ്. ഒന്ന് ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ കോയിൽ ട്രിപ്പിംഗ്. അപ്പോൾ ഈ കോയിൽ ട്രിപ്പിങ്ങിന്റെ കേസാണ് വരുന്നത്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് നമുക്ക് 10 ആംബിയർ കഴിഞ്ഞ് 11 ആംബിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഹീറ്റിംഗ് ടൈമിലാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് ട്രിപ്പ് ആവുക. പക്ഷേ കോയിൽ ഈ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഈ 20-30 ആംബിയറിന് റേഞ്ചിന് മുകളിലേക്ക് പോയാൽ അതിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ ട്രിപ്പ് ആവും. അതായത് 10 ആംബിയറിൻ്റെ MCB 20-30 ആംബിയറിനും ഇടയ്ക്ക് ട്രിപ്പിംഗ് വരും. അതാണ് A ടൈപ്പ് വരുന്നത്. ഇനി K ടൈപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ 10 ആംബിയർ MCB തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 8x12, 8-നും 12-നും ഇടയ്ക്ക് റേറ്റിംഗ് വരുന്നതാണ്. അതായത് 10 ആംബിയറിന്റെ MCB ഉപയോഗിച്ചാൽ 80 ആംബിയറിനും 120 ആംബിയറിനും ഇടയ്ക്കാണ് അത് ട്രിപ്പ് ആകുക. അത് ഇനിഷ്യലി എടുക്കുന്നത്. ഈ ട്രിപ്പിംഗ് സംഭവിക്കുന്നത് നമ്മുടെ കോയിൽ വഴിയുള്ള ട്രിപ്പിംഗ് ആണെന്ന് പ്രത്യേകം ഓർത്തേക്കുക. അതേപോലെ Z ടൈപ്പ് എന്ന് പറയുമ്പോൾ 2-3 ടൈംസ് ആണ്. അത് നമുക്ക് വരുന്നത് 10 ആംബിയറിനും 20 ആംബിയറിനും ഇടയ്ക്ക് ഉള്ള 10 ആംബിയർ MCB എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20-നും 30-നും ഇടയ്ക്കുള്ള ആംബിയർ റേറ്റിംഗിൽ അത് ട്രിപ്പ് ആവും. അപ്പോൾ ഇതാണ് ഈ സെൻസിറ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് വാല്യൂ തീരെ കുറവാണ്. ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള സെക്കൻഡിൽ തന്നെ ട്രിപ്പിംഗ് ആകും. അതായത് ഉപകരണത്തിന് യാതൊരു കേടുപാട് സംഭവിക്കാതെ മൈന്യൂട്ടായിട്ട് ട്രിപ്പ് ആക്കുക എന്നാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് വെച്ചാൽ D ക്ലാസ്. ഈ D ക്ലാസ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ വെൽഡിംഗ് സെറ്റ്, അതേപോലുള്ള ഹൈ ആംബിയർ എടുക്കുന്ന
ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അതായത് നിശ്ചിത ഇടവേള ഇല്ലാണ്ട് നമ്മളിപ്പോൾ വെള്ളി സെറ്റ് ആകുമ്പോൾ അടിച്ച് വിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പാണല്ലോ, ആ ഒരു ഇന്റർവെൽ ടൈമിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കാണ് ഹൈ ആംബിയർ, അതായത് തുടർച്ചയായിട്ടല്ലാതെ ഇടപെട്ട സമയങ്ങളിൽ കൃത്യമായിട്ട് ഹൈ ആംബിയർ എടുക്കുന്ന ഉപകരണങ്ങൾക്കാണ് ഈ ഡി ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ നമ്മളൊരു 10 ആംബിയർ MCB എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 to 20 ടൈംസ് ആണ് ഇതിന്റെ റേറ്റിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമ്മുടെ വീടുകളിലെ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെക്കാറില്ല. അപ്പോൾ 10 ആംബിയറിന് MCB എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100നും 200 ആംബിയറിനും ഇടക്കാണ് അത് ട്രിപ്പ് ആകുന്നത്. അത് 0.4 സെക്കൻഡ് ടു 3 സെക്കൻഡിനിടയിൽ ഇത് ട്രിപ്പിങ് സംഭവിക്കും. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട് പറയാനുള്ള ചില സി ടൈപ്പാണ്. ഈ സി ടൈപ്പ് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് അതേപോലെ തന്നെ നമ്മുടെ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ലോഡുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഹൈ കറണ്ട് എടുക്കുന്ന ഉപകരണങ്ങൾക്ക് നമ്മൾ ഈ സി ടൈപ്പ് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ട്രിപ്പിംഗ് റേറ്റ് വരുന്നത് 0.04 സെക്കൻഡ് ടു 5 സെക്കൻഡാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിപ്പം ഒരു 10 ആംബിയറിന്റെ MCB ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 50 to 100 ആംബിയറിന്റെ റേറ്റിങ്ങിനടുത്ത് ഇത് ട്രിപ്പിംഗ് സാധ്യമാകും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടൈപ്പാണ് ബി കർവ്. ഇതിൻ്റെത് 3 to 5 ടൈംസ് ആണ്. അതായത് 10 ആംബിയറിന്റെ MCB ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ആംബിയറിനും 50 ആംബിയറിനും ഇടയ്ക്ക് ഉള്ള റേറ്റിംഗിൽ ട്രിപ്പ് ആവും. ഇതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ MCB വരുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ആകുന്ന ടൈമിൽ ഹെവി ആയിട്ടുള്ള കറണ്ട് പാസ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊരു മൈന്യൂട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 3 to 5 ടൈംസ് ആണ് നമ്മുടെ ബി ടൈപ്പ് MCB എടുക്കുന്നത്. അതായത് 10 ആംബിയറിന്റെ ഒരു MCB ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 30 ആംബിയറിനും 50 ആംബിയറിനും ഇടയിൽ ട്രിപ്പിംഗ് സാധ്യമാക്കും. അത് 0.04 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ്സിനുള്ളിൽ ട്രിപ്പിംഗ് ആക്കും എന്നാണ് ഇതിന്റെ റേറ്റിംഗ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് MCB പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളോ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് തിരുത്തുകയും ചെയ്യാം. തീർച്ചയായിട്ടും കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തി